മലയാള സിനിമയിൽ സമാനതകളില്ലാത്തൊരു പ്രതിസന്ധിക്കാണ് നിർമ്മാതാക്കളുടെ സംഘടനയുടെ പത്രസമ്മേളനത്തിലൂടെ തുടക്കമിട്ടത്. ഒരു വർഷം ഏതാണ്ട് 200 സിനിമ നിർമ്മിക്കുന്നതിൽ 20 27 സിനിമകൾ മാത്രമാണ് മുടക്കു മുതൽ ഊരിയെടുക്കുന്നത്. വിജയിക്കുന്നത് 3 4 സിനിമകൾ മാത്രം. അതുകൊണ്ട് തന്നെ താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണം, സിനിമയുടെ ചെലവ് കുറച്ചേ മതിയാവൂ എന്ന നിലപാടെടുത്തുകൊണ്ട് സർക്കാരിന്റെ തെറ്റായ നികുതി നയങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തി ജൂൺ മാസം മുതൽ സമരം തുടങ്ങാൻ പോകുന്നു എന്നായിരുന്നു സുരേഷ് കുമാറിന്റെ പ്രഖ്യാപനം. അതിൽ സുരേഷ് കുമാർ നടത്തിയ ഒരു പരാമർശം, എമ്പുരാന് 151 കോടി രൂപ ചെലവാകുമെന്ന പരാമർശം, അത് വലിയ വിവാദത്തിന് കാരണമായി. സുരേഷ് കുമാർ ചുമ്മാ കണ്ണുമടച്ചുകൊണ്ട് ആരെങ്കിലും പറഞ്ഞത് കേട്ട് പറഞ്ഞതല്ല, നേരെ മറിച്ച് ആന്റണി പെരുമ്പാവൂർ എന്ന നിർമ്മാതാവിന്റെ വായിൽ നിന്ന് കേട്ടതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് എന്ന് സുരേഷ് കുമാറിന് അറിയാവുന്നവർക്കറിയാം. എന്നാൽ അത്രയും പണം മുടക്കിയാണ് ഈ സിനിമ നിർമ്മിക്കുന്നത് എന്ന വാർത്ത ജനമറിഞ്ഞാൽ അതിന് സംവിധായകനായ നടൻ പൃഥ്വിരാജിന് ക്ഷീണമാകും എന്നതുകൊണ്ട് തന്നെ ആന്റണി പെരുമ്പാവൂർ നിർമ്മാതാക്കളുടെ സംഘടനയുടെ അംഗമായിട്ടും ആ പ്രസ്താവനയെ നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തി. താരങ്ങളുടെ സംരക്ഷകനായി ആന്റണി പെരുമ്പാവൂർ രംഗത്ത് വന്നതോടെ നിർമ്മാതാക്കളും താരങ്ങളും തമ്മിലുള്ള യുദ്ധം മുറുകി. ആന്റണി പെരുമ്പാവൂരിന്റെ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് നിർമ്മാതാക്കളെ ട്രോളിയാണ് പൃഥ്വിരാജ് പ്രതികരിച്ചത്. ഒടുവിൽ നാണം കെട്ട് നിൽക്കക്കളിയില്ലാതെ ആന്റണി പെരുമ്പാവൂരിന് തന്റെ പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്നു. പൃഥ്വിരാജും മോഹൻലാലും വരെ ഷെയർ ചെയ്ത ആ പോസ്റ്റ് ഇപ്പോൾ അവരുടെ ഫേസ്ബുക്ക് പേജിൽ കണ്ടന്റ് ഈസ് നോട്ട് അവൈലബിൾ എന്നാണ് കാണിക്കുന്നത്. ആവേശപൂർവ്വം ആന്റണി പെരുമ്പാവൂരിനെ പിന്താങ്ങിയ പൃഥ്വിരാജിന് സോഷ്യൽ മീഡിയയിൽ ആവശ്യത്തിന് ട്രോള് കിട്ടുന്നുണ്ട്. പെട്ടെന്ന് ധൃതി പിടിച്ച് ഇങ്ങനെയൊരു പിൻവലിക്കലും ഒത്തുതീർപ്പും ഉണ്ടാവാൻ കാരണം ഫിലിം ചേംബറിന്റെ ഒരു തീരുമാനമാണ്. ഫിലിം ചേംബർ എന്നത് നിർമ്മാതാക്കളും വിതരണക്കാരും തിയേറ്റർ ഉടമകളും ചേർന്നുള്ള സംവിധാനമാണ്. മാർച്ച് 27-ാം തീയതി എമ്പുരാൻ റിലീസ് ചെയ്യുന്ന ദിവസം സൂചന പണിമുടക്കുണ്ടായേക്കും എന്ന വാർത്ത പുറത്തു വന്നു. അത് ആന്റണി പെരുമ്പാവൂരിനെ വല്ലാതെ ഞെട്ടിച്ചു. ഒടുവിൽ പോസ്റ്റ് പിൻവലിക്കുക എന്ന നിർമ്മാതാക്കളുടെ പ്രതിനിധിയായ സുരേഷ് കുമാറിന്റെ ആവശ്യത്തിന് മുമ്പിൽ കീഴടങ്ങുകയായിരുന്നു. ഇന്നലെയും ഇന്നും ധൃതി പിടിച്ചുള്ള ചർച്ചകൾക്കൊടുവിലാണ് നിർമ്മാതാവ് ആൻഡ്രോ ജോസഫിന്റെ മധ്യസ്ഥതയിൽ ഒത്തുതീർപ്പ് ചർച്ചകൾ നടന്നതും പ്രശ്നം തൽക്കാലത്തേക്ക് പരിഹരിച്ചതും.